all, welcome to my channel. അപ്പോൾ ഇന്ന് എൻ്റെ ആദ്യത്തെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാണ്. ഐ ആം സോ എക്സൈറ്റഡ്. പിന്നെ ഇന്നലെ ഞാനൊരു ഷോർട്ട് ചെയ്തായിരുന്നു. അതിൽ എൻ്റെ മകൾ ആലിസിനെ നിങ്ങൾ കണ്ടല്ലോ. അപ്പോൾ ഞങ്ങൾ എന്താ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എന്നാണ് ഒന്ന് ചെറുതായിട്ടൊന്ന് പറഞ്ഞതാണ്. എന്നാലും ഞാൻ ഒന്നുകൂടെ പറയാം. മെയിനായിട്ടും പാരൻറ്റിങ് തന്നെയാണ്. പാരൻറ്റിങ്ങും പിന്നെ ഞാൻ എൻ്റെ ടോഡ്ലർ മകളുമായിട്ട് ചെയ്യുന്ന കുറച്ച് ആക്ടിവിറ്റീസിൻ്റെ ക്ലിപ്സും കൂടെ നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നതായിരിക്കും. ആ ക്ലിപ്സൊക്കെ നിങ്ങളുടെ ആ ആക്ടിവിറ്റീസൊക്കെ നിങ്ങളുടെ മക്കൾക്ക് നിങ്ങൾക്ക് ചെയ്ത് നോക്കാവുന്നതാണ്. അവർ നന്നായിട്ട് എൻജോയ് ചെയ്യും. ഓക്കെ, അപ്പോൾ അത് തന്നെ പറയട്ടെ. ചിൽഡ്രൻ ആർ ബ്ലെസ്സിങ് ആൻഡ് ദി പ്രഷ്യസ് ഗിഫ്റ്റ്സ് ഫ്രം ഗോഡ്. അപ്പോൾ ആ പ്രഷ്യസ് ഗിഫ്റ്റ്സിനെ നന്നായിട്ട് പ്രഷ്യസായിട്ട് തന്നെ നോക്കേണ്ടത് നമ്മുടെ എല്ലാവരുടെയും ഉത്തരവാദിത്തമാണ്. സോ അപ്പോൾ നമുക്ക് അറിയാം, പാരൻറ്റിങ് എന്ന് പറയുമ്പോൾ ഭയങ്കര ഡിഫിക്കൽട്ടായിട്ടുള്ളൊരു സംഭവം തന്നെയാണ്. അപ്പോൾ ചിലരൊക്കെ പറയും പിള്ളേരൊക്കെ എങ്ങനെയെങ്കിലുമൊക്കെ വളർന്നോളും എന്നെല്ലാവരും പറയുമെങ്കിലും അങ്ങനെ എത്ര അമ്മമാർക്ക് പറയാൻ പറ്റും? അതെ, അമ്മമാർക്ക് കുറച്ചുകൂടെ മക്കളെ അറിയാനായിട്ട് പറ്റുമെന്ന് പറയാം. കാരണം വേറെ ഒന്നും കൊണ്ടല്ല, അമ്മമാരാണ് അവരുടെ കൂടെ കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യുന്നത്. സോ അവരുടെ ഫീലിങ്സ് മനസ്സിലാക്കാൻ ഒരു അമ്മയ്ക്ക് കഴിയുന്നതാണ്. സോ അപ്പോൾ അവർ ഹേർട്ടായി കാണാൻ, അല്ലെങ്കിൽ അവർ വേദനിച്ച് അവർ വിഷമിച്ച് കാണുവാൻ ഒരു അമ്മമാരും ആഗ്രഹിക്കത്തില്ല. സോ അപ്പോൾ എങ്കിൽ നമ്മൾ അവരെ നല്ലപോലെയൊക്കെ നോക്കും. എന്നാലും ചില സമയങ്ങളിൽ നമ്മൾ സ്ട്രെസ്, വീട്ടിലത്തെ ജോലി, അതുപോലെ നമ്മുടെ ജോലിയുള്ള അമ്മമാരാണെങ്കിൽ അവിടുത്തെ ഓരോ സ്ട്രെസ്സ് ഒക്കെ കൊണ്ട് ഭയങ്കര സ്ട്രെസ്ഡ് ആയിരിക്കും. ഒരു ഇറിറ്റേറ്റഡ് ആയിട്ടൊക്കെ ഇരിക്കുന്ന സമയത്ത് കുട്ടികൾ എന്തെങ്കിലും കാര്യത്തിന് വന്നു കഴിഞ്ഞാൽ നമ്മൾ അവരോട് ദേഷ്യപ്പെടാറുണ്ട് അല്ലേ? അപ്പോൾ ദേഷ്യപ്പെടും, ചിലപ്പോൾ നമ്മൾ അടി വരെ കൊടുക്കും അല്ലേ? അതൊന്നും നമ്മൾ മനഃപൂർവ്വം ചെയ്യുന്നതല്ല, നമുക്ക് നമ്മുടെ ആങ്കർ കൺട്രോൾ ചെയ്യാൻ പറ്റാതെ നമ്മൾ ചെയ്യുന്നതാണ്. പക്ഷേ നമ്മൾ ഏതെങ്കിലും നമുക്ക് പേടിയുള്ളൊരു വ്യക്തി, അല്ലെങ്കിൽ ഭയങ്കര ഒരു സെലിബ്രിറ്റി എന്ന് വേണമെന്നില്ല, നമ്മുടെ ഒരു അധ്യാപകൻ തന്നെ നമ്മുടെ മുമ്പിൽ വന്ന് നിൽക്കുമ്പോൾ നമ്മൾ എത്ര നമ്മുടെ ഉള്ളിൽ ഒരു ദേഷ്യം ഉണ്ടെങ്കിൽ തന്നെ നമ്മളത് പുറത്ത് കാണിക്കുമോ? ഇല്ല, നമ്മളതിനെ അടക്കി വയ്ക്കാൻ ശ്രമിക്കും. സോ അതിന് കാരണം എന്താണ്? ആ ഒരു വ്യക്തിയെ നമ്മൾ ബഹുമാനിക്കുന്നുണ്ട്, ആ വ്യക്തിയെ നമ്മൾ പേടിക്കുന്നുണ്ട് അല്ലേ? അങ്ങനൊരു അത് നമ്മുടെ ഉള്ളിലുണ്ട്. നമ്മുടെ ബ്രെയിൻ നമ്മളെ ആ ഒരു കാര്യത്തിൽ നിന്ന് പ്രിവെൻറ്റ് ചെയ്ത് വെക്കുന്നുണ്ട്. കാരണം അയാൾ അങ്ങനെ ചെയ്തുകൂടാ എന്ന് നമ്മൾ മനസ്സിലിങ്ങനെ വയ്ക്കുന്നുണ്ട്. നമ്മുടെ അധ്യാപകനെ നമ്മളൊന്നും ചെയ്യാൻ പാടില്ല, നമ്മൾ ബഹുമാനിക്കണം, നമ്മുടെ ബ്രെയിനെ നമ്മൾ പറഞ്ഞു പഠിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ അയാളോട് പെട്ടെന്നൊന്നും റിയാക്ട് ചെയ്തില്ല. അധ്യാപകനോട് അല്ലെങ്കിൽ അധ്യാപികയോട് നമ്മൾ പെട്ടെന്നൊന്നും റിയാക്ട് ചെയ്യത്തില്ല. എന്തെങ്കിലും കാര്യം വന്നു കഴിഞ്ഞാൽ കുറച്ചൊന്നും നമ്മൾ ഗ്യാപ്പ് എടുക്കും, പിന്നോട്ട് വലിച്ചിട്ട് നമ്മൾ പറയത്തുള്ളൂ. അപ്പോൾ പക്ഷേ നമ്മൾ അതുപോലെ നമ്മൾ കുട്ടികളിൽ ചെയ്യുമോ? ഇല്ല. നമുക്ക് പെട്ടെന്നൊരു കാര്യം പറയണമെങ്കിൽ നമ്മൾ ഉടനെ അങ്ങ് പറയും. കാരണം കുട്ടികൾ തിരിച്ച് നമ്മൾ എന്തെങ്കിലും ചെയ്യും. പിന്നെ അവരിങ്ങനെ നമ്മളെന്ത് പറയുന്നു നോക്കിക്കൊണ്ടാണ് എപ്പോഴും കുട്ടികൾ ഇരിക്കുന്നത്. നമ്മളിങ്ങനെ ദേഷ്യം വന്നാൽ ഉടനെ അതങ്ങ് അവരുടെ അടുത്ത് കാണിക്കും അല്ലേ? കാരണം നമുക്കവരെ പേടിക്കാനില്ല അല്ലേ? അതുകൊണ്ടാണ് ഞാൻ എൻ്റെ ചാനലിന് തന്നെ അവരിങ്ങനെ ഒരു പേര് കൊടുത്ത തോൺലെസ് റോസസ് എന്ന് പറഞ്ഞിട്ട്. അതെ, ഒരു റോസാപ്പൂക്കളെ പോലെ മനോഹരമാണ് കുട്ടികൾ. പിന്നെ എന്താ പറയുക, അവരിൽ നിന്ന് നമുക്ക് ഒരുപാട് നല്ല നല്ല കാര്യങ്ങൾ നമ്മുടെ റോസാപ്പൂവിൻ്റെ മണം പോലെ നമുക്ക് കിട്ടാറുണ്ട്. നല്ല അവർ ചെയ്യുന്ന പുതിയ കാര്യങ്ങൾ കാണുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷം തോന്നും അല്ലേ? അതുപോലെ കുട്ടികളുള്ള സ്ഥലം എന്ന് പറയുന്നത് ഭയങ്കര മനോഹരമായിരിക്കും. അപ്പം റോസാപ്പൂ നല്ല അടിപൊളിയാണ് കാണാൻ അല്ലേ? റോസാപ്പൂക്കളെ ഇഷ്ടമില്ലാത്തതായിട്ട് ആരുമില്ല. അപ്പോൾ അതുപോലെയാണ് കുട്ടികളെ ഇഷ്ടമില്ലാത്തതായിട്ട് ആരുമില്ല. സോ അങ്ങനെ ഞാൻ ആ റോസാപ്പൂ എന്നൊരു കോൺസെപ്റ്റ് എടുത്തത്. പക്ഷേ ഈ പറഞ്ഞ പോലെ നമുക്കവരെ പേടിക്കാതെ നമുക്ക് കുട്ടികളോട് എന്ന് സംസാരിക്കാം എന്നുള്ളൊരു നിലപാട് എന്തുകൊണ്ട് നമുക്ക് പേടിക്കേണ്ട, അവർ നമ്മൾ തിരിച്ചൊന്നും ചെയ്യത്തില്ല. സോ നമുക്ക് ആ മുള്ളുകളില്ല എന്ന് വേണമെങ്കിൽ പറയാം. റോസാപ്പൂ ആണെങ്കിലും അതിൻ്റെ മുള്ളുകൾ നമ്മൾ ഇല്ലാത്തൊരു റോസാപ്പൂ. അങ്ങനെ ഒരു ഉദ്ദേശത്തിലാണ് ഞാൻ തോൺലെസ് റോസസ് എന്ന് പേരിട്ടത്. നമ്മളിപ്പോൾ ബ്രെയിനിനെ പറഞ്ഞ് പഠിപ്പിക്കേണ്ട വേറൊരു കാര്യം കൂടെ കിട്ടി. എന്താണ്? നമ്മുടെ കുട്ടികൾ എന്തൊക്കെ കാണിച്ചാലും അവരോട് നമ്മൾ ഷൗട്ട് ചെയ്ത് സംസാരിക്കരുത്. അതവരെ അഫക്റ്റ് ചെയ്യും. നമ്മൾ നമ്മുടെ ദേഷ്യത്തെ കൺട്രോൾ ചെയ്യണം.
കാരണം അവർ നമ്മളെ കണ്ടാണ് പഠിക്കുന്നത്. ഇങ്ങനെ കുറേ കാര്യങ്ങൾ നമ്മൾ ബ്രെയിനിനെ നമ്മൾ പറഞ്ഞ് പഠിപ്പിക്കണം. അപ്പോൾ നമുക്ക് കുറേയൊക്കെ നമ്മുടെ ആങ്കറും സ്ട്രെസ്സൊക്കെ നമുക്ക് കൺട്രോൾ ചെയ്ത് പോകാൻ പറ്റും. സോ ഇതൊക്കെ ഓരോ ടോപ്പിക്സ് തന്നെയാണ്. ഈ നമ്മുടെ ആങ്കർ എങ്ങനെ കൺട്രോൾ ചെയ്യാമെന്നും കുട്ടികളോട് ഷൗട്ട് ചെയ്യാത്ത രീതിയിൽ പിന്നെ അവരെങ്ങനെ കൈകാര്യം ചെയ്ത് കൊണ്ടുപോകും, ഇതെല്ലാം ഓരോ ചെറിയ ടോപ്പിക്സാണ്. ഓക്കെ, അപ്പോൾ അതെല്ലാം നമ്മൾ ഞാൻ വരുന്ന ഓരോ വീഡിയോസിൽ നമ്മൾ ഷെയർ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇന്ന് ഞാൻ പറഞ്ഞില്ല, ഇന്ന് ഇത്രയും നീണ്ടുപോയി. കാരണം ഈ ഫസ്റ്റ് വീഡിയോ ആയതുകൊണ്ട് തന്നെയാണ്. ഒരു ഐഡിയ നിങ്ങൾക്ക് കിട്ടണമല്ലോ ഞാൻ എന്തിനാണ് ഇവിടെ വന്നിരിക്കുന്നതെന്നുള്ളത്. അപ്പം ഇന്നിത്തിരി കുറച്ച് നീണ്ടുപോയി. ഇത്രയും ഞാൻ എന്നും ബോറടിപ്പിക്കത്തില്ല. ഓക്കെ, കാരണം ഞാൻ പറഞ്ഞല്ലോ, ഓരോരോ പ്രശ്നങ്ങൾ ഓരോരോ കുഞ്ഞു വീഡിയോസ് ആയിട്ടായിരിക്കും ചെയ്യുന്നത്. പിന്നെ ഓക്കെ, അപ്പോൾ നമുക്ക് ഇന്ന് ഞാൻ എടുത്തു വച്ചിരിക്കുന്ന ഒരു ടോപ്പിക് എന്ന് പറയുന്നത്, നിങ്ങൾ ഫ്രണ്ടിൽ ആ തമ്മിൽ കണ്ടായിരിക്കും, ചിൽഡ്രൻ ആർ കോപ്പി പേസ്റ്റിംഗ് ദെയർ പാരൻസ്. അപ്പോൾ കുട്ടികൾ അനുകരണശീലം ഉള്ളവരാണ് ഇല്ലേ? ഏത് ഏജ് ഗ്രൂപ്പ് എടുത്താലും എല്ലാവരും നമ്മുടെ ചുറ്റുപാടും അതുപോലെ കാണുന്ന വ്യക്തികളെയും സംഭവങ്ങളൊക്കെ അനുകരിച്ച് വളരുന്നവർ തന്നെയാണ്. പിന്നെ ഓരോ ഏജ് ഗ്രൂപ്പിലുള്ള കുട്ടികൾ അനുകരിക്കുന്നത് വ്യത്യസ്ത രീതിയിലായിരിക്കുമെന്നേ ഉള്ളൂ. അതായത് ഇപ്പോൾ ടോഡ്ലർ ഏജ് ടോഡ്ലർ എന്ന് പറയുമ്പോൾ അറിയാമല്ലോ, 2, 3, 4, 5, 6 വയസ്സ് വരെ നമ്മൾ ടോഡ്ലേഴ്സ് എന്ന് പറയും. അപ്പോൾ ആ ഏജ് ഗ്രൂപ്പിലുള്ള കുട്ടികൾ അനുകരിക്കുന്നത് അല്ലെങ്കിൽ അവരുടെ റോൾ മോഡൽസ് എന്ന് പറയുന്നത് നമ്മൾ പാരൻസാണ്. ഇനി അത് കഴിഞ്ഞൊരു ടീനേജർ എന്നെ എടുത്തു കഴിഞ്ഞാൽ 13, 14 വയസ്സ് ആ ഒരു ഏജ് ഗ്രൂപ്പ് എടുത്തു കഴിഞ്ഞാൽ അവർ കംപ്ലീറ്റ് ആയിട്ട് വ്യത്യസ്തരാണ്. അവർ അനുകരിക്കുന്നത് പുറം ലോകത്തുള്ളവരെ ആയിരിക്കും. ഇന്നിപ്പോൾ സോഷ്യൽ മീഡിയാസും കൂടെ ഉള്ളത് കൊണ്ട് അവർക്ക് അനുകരിക്കാൻ ഈസിയാണ്. കാരണം അവരുടെ ഫോണിനകത്ത് തന്നെ അവർ പുറത്തുള്ള കാര്യങ്ങൾ അറിയുന്നുണ്ട്. സോ അവർ കൂടുതൽ റോൾ മോഡൽസായിട്ട് കാണുന്നത് വേറെ ഏതെങ്കിലും സെലിബ്രിറ്റിയോ ഏതെങ്കിലും യൂട്യൂബറിനെയോ ഒക്കെ ആയിരിക്കും. അപ്പോൾ അനുകരണം പല രീതിയിലാണ് ഓരോ ഏജ് ഗ്രൂപ്പിനെ എഫക്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ഓരോ ഗ്രൂപ്പിലുള്ള കുട്ടികൾക്കും ഓരോ രീതിയിൽ വേണം നമ്മൾ അവരെ കൈകാര്യം ചെയ്യാനും. അപ്പോൾ അത് ഓരോരോ വീഡിയോസ് വരുമ്പോൾ ഞാൻ പറയാം. പക്ഷേ ഞാനിപ്പോൾ ആദ്യം മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നത് ടോഡ്ലേഴ്സിനെയാണ്, കൊച്ചു കുട്ടികളെയാണ്. കാരണം ഞാനൊരു 2.5 വയസ്സുകാരിയുടെ അമ്മയായതുകൊണ്ട് തന്നെ ഞാനിപ്പോൾ ഫുള്ളി എക്സ്പീരിയൻസ് ചെയ്യുന്ന കാര്യവും അത് തന്നെയാണ് അല്ലേ. അവളുമായിട്ടുള്ള എൻ്റെ ഓരോ ഇൻട്രാക്ഷൻസാണ്. ഞാനും ഓരോന്ന് പഠിച്ച് വരുന്നതേ ഉള്ളൂ. ഞാൻ പറഞ്ഞില്ല, ഞാൻ പഠിക്കുന്നതിന് ഞാൻ എന്താ പറയുക, മനസ്സിലാക്കി 100% അഷ്യൂർ ചെയ്ത കാര്യങ്ങളാണ് നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നത്. ഓക്കെ, പിന്നെ ഇനി ഓരോരോ കാര്യങ്ങൾ ഞാൻ ഫേസ് ചെയ്യും. കാരണം ഷീ ഈസ് ഗ്രോയിങ്, അവൾ ഓരോ ദിവസവും ഇങ്ങനെ ഡെവലപ്പ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം അതനുസരിച്ച് ഞാനും ഡെവലപ്പ് ആവണം. ഓക്കെ, അപ്പം ഞാൻ പറയാം, മൊത്തത്തിൽ പറയുകയാണെങ്കിൽ പാരൻറ്റിങ് ഈസ് എ ആർട്ട്, ഒരു ആർട്ട് തന്നെയാണ്. നമ്മളത് പഠിച്ചിരിക്കണം. അതിനെ കൈകാര്യം ചെയ്യേണ്ട രീതിയിൽ നമ്മളത് കൈകാര്യം ചെയ്ത് കൊണ്ടുപോവുകയാണെങ്കിൽ അത് പൊളിക്കും, സൂപ്പറായിരിക്കും. കാരണം ഇങ്ങനെയൊക്കെ പറയുമ്പോൾ ചിലപ്പോൾ പഴയകാലത്തെ അമ്മയ്ക്കും അച്ഛനൊക്കെ ഇതെന്തുവാണ്, നമ്മൾ മക്കളെ വളർത്തി ഇതെന്താണെന്നൊക്കെ ചിന്തിക്കാം. അവരോട് ഞാൻ ആദ്യമായിട്ട് ഒരു കാര്യം പറഞ്ഞോട്ടെ, പഴയ കാലം പോലെയല്ല ഇന്നത്തെ കാലം. ഇന്നത്തെ കാലത്ത് ഈ ചൈൽഡ് സൈക്കോളജി അതൊക്കെ വളർന്നു വന്നെങ്കിൽ തന്നെ ഇന്ന് കുട്ടികളിൽ ഒരുപാട് പ്രശ്നങ്ങൾ കണ്ടുവരുന്നത് കൊണ്ട് തന്നെ കുട്ടികളിൽ റിസർച്ച് നടത്തി, ആ പ്രശ്നങ്ങൾ കണ്ടുവന്നപ്പോഴാണ് റിസർച്ച് അവരിൽ നടത്തിയത്. അങ്ങനെ വന്നപ്പോൾ ഒരുപാട് കാര്യങ്ങൾ കണ്ടുപിടിച്ചു, അതനുസരിച്ച് ഡെവലപ്പ് ചെയ്ത ഒരുപാട് കോൺസെപ്റ്റ്സ് ഉണ്ട്. അപ്പോൾ അതൊക്കെ ശരിയാണ്. അപ്പോൾ അതിനനുസരിച്ച് ഓരോ സൊല്യൂഷൻസും കണ്ടു, സയൻറ്റിഫിക്കലി പ്രൂവൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അന്നത്തെ കാലത്തുള്ള കുട്ടികളോട് പെരുമാറുന്ന പോലെ ഇന്നത്തെ കാലത്തുള്ള കുട്ടികളോട് പെരുമാറിയാൽ ചിലപ്പോൾ നമ്മൾ മരിച്ചു പോകും. നമ്മൾ കൊല്ലപ്പെടാൻ വരെ ചാൻസ് ഉണ്ട്. അതായത് അറിയാമല്ലോ ഇന്നത്തെ ലോകം എങ്ങനെ പോകുന്നുള്ള. അപ്പം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഒരുപാടുണ്ട് കാര്യങ്ങൾ. അപ്പോൾ ഇന്ന് ഞാൻ മെയിനായിട്ട് നിങ്ങൾ ആ തഗ്നയിൽ കണ്ടതുപോലെ ഈ കോപ്പി പേസ്റ്റിങ്ങാണ് പറയാൻ ഉദ്ദേശിക്കുന്നത്. ഞാൻ വീണ്ടും ടോപ്പിക്കിലോട്ട് വരട്ടെ. അപ്പോൾ ഇങ്ങനെ കുട്ടികൾ അനുകരിക്കുന്നവരാണ്. അപ്പോൾ ഞാനിന്ന് ടോഡ്ലേഴ്സ് എങ്ങനെ അനുകരിക്കുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ ടോഡ്ലേഴ്സ് അവർ കേൾക്കുന്നതിനേക്കാളും കാണുന്നതാണ് പെട്ടെന്ന് അവരുടെ മൈൻഡിൽ കയറുന്നത്. അതായത് അവർ ഗ്രാസ്പ് ചെയ്യുന്നത് അവർ കേൾക്കുന്ന കാര്യത്തിനേക്കാളും കാണുന്ന കാര്യമായിരിക്കും. അതുകൊണ്ട് തന്നെ നമ്മൾ മാതാപിതാക്കളുടെ പ്രവൃത്തികൾ നമ്മൾ വളരെ സൂക്ഷിച്ച് ചെയ്യണം.
അപ്പോൾ നമ്മൾ അവരോട് ടി വി കണ്ട് നമ്മൾ ഫുഡ് കഴിക്കാൻ പാടില്ല എന്ന് നമ്മളിങ്ങനെ പറയും. അപ്പോൾ അവരത് കേൾക്കും അല്ലേ, ടി വി കണ്ട് ഫുഡ് കഴിക്കാൻ പാടില്ലെന്ന് കേട്ടു, ഓക്കെ, അവർ മനസ്സിലാക്കി. പക്ഷേ കുറച്ച് കഴിഞ്ഞിട്ട് അവരുടെ അച്ഛനോ അമ്മയോ ഫോൺ എടുത്ത് വെച്ചിട്ടോ അല്ലെങ്കിൽ ടി വിയിൽ ഒരു സിനിമ ഇട്ട് കിടിലായിട്ടിരുന്ന് ഫുഡ് കഴിക്കുന്ന അവർ കാണുകയാണെങ്കിൽ അവർ നോക്കുമ്പോൾ അച്ഛനും അമ്മയും കണ്ട് കഴിക്കുന്നല്ലോ, അത് അവരുടെ മൈൻഡിൽ കയറി ഗ്രാസ്പായി കഴിഞ്ഞു. അത് കയറുമ്പോൾ തന്നെയും അവർ കേട്ട കാര്യം അത് ഡിലീറ്റായി പോവുകയാണ്. ടി വി കണ്ട് ടി വി കണ്ട് ഫുഡ് കഴിക്കാൻ പാടില്ല എന്നുള്ള ആ കുട്ടി, ആ ഒരു ടോഡ്ലർ കേട്ട കാര്യം അവിടെ നിന്ന് ഡിലീറ്റായി പോവാണ്. എന്നിട്ട് ഇപ്പം അവരുടെ മൈൻഡിൽ എന്താ, ടി വി കണ്ട് ഫുഡ് കഴിക്കാം, കാരണം അമ്മയച്ഛനും ചെയ്യുന്നത് കണ്ടു. മനസ്സിലായില്ലേ? അപ്പോൾ നമ്മളൊരു വീട്ടിലിനി നമ്മൾ എന്ത് പറയും, നമ്മളിനി വീട്ടിൽ നമ്മൾ പാർട്ണറുമായിട്ട് സംസാരിക്കുമ്പോൾ പോലും നമ്മൾ വളരെയധികം സൂക്ഷിക്കണം. നമ്മുടെ അടുത്ത് കുട്ടികളുണ്ടോ എന്ന് ശ്രദ്ധിക്കണം. കാരണം അവരെല്ലാം വാച്ച് ചെയ്യുന്നുണ്ട്. അവർ മനഃപൂർവ്വം വന്ന് പഠിച്ചെടുക്കുന്നതല്ല, അത് നാച്ചുറലാണ്. അവർ നാച്ചുറലായിട്ട് ഗ്രാസ്പ് ചെയ്യും. നമ്മളൊരു കുഞ്ഞു കുട്ടി ജനിക്കുമ്പോൾ തന്നെ നമ്മൾ വല്ല അങ്ങനെ അമ്മ അച്ഛനെന്നിങ്ങനെ പറഞ്ഞു കൊടുക്കുമെന്നെങ്കിൽ, നമ്മളത് പറഞ്ഞു കൊടുത്തില്ലെങ്കിലും എന്ത് ചെയ്യും, മൂത്ത ഒരു കുട്ടിയോ അച്ഛനും അമ്മ എന്ന് വിളിക്കുന്നത് കേൾക്കുവാണെങ്കിൽ അത് ഓട്ടോമാറ്റിക്കലായിട്ട് അവരത് അതുപോലെ ചെയ്യും. നമ്മളിങ്ങനെ കൊച്ചു പിള്ളേർക്ക് നമ്മൾ പ്രത്യേകിച്ചൊന്നും പറഞ്ഞു പഠിപ്പിക്കണമെന്നില്ല, അവർ കണ്ടുപഠിക്കും. അപ്പോൾ ആ ഒരു പോയിൻ്റാണ് ഓർത്തിരിക്കേണ്ടത്. അപ്പം ഒരു ടോഡ്ലർ ഉള്ള വീട്ടിൽ നമ്മളെപ്പോഴും ഭയങ്കര ശ്രദ്ധയോടെ വേണം കാര്യങ്ങൾ സംസാരിക്കാനും നമ്മുടെ പ്രവൃത്തികൾ നമ്മൾ നല്ല രീതിയിൽ ചെയ്യണം. അതായത് വളരെ എപ്പോഴും അവരുടെ മുമ്പിൽ വെച്ച് നമ്മളൊരു നെഗറ്റീവ് കാര്യങ്ങളും ചെയ്യാൻ ഉണ്ടാവരുത്. അപ്പുറത്തെ വീട്ടിലുള്ള കുട്ടിയെ പറ്റി കുറ്റം പറയാൻ, അപ്പുറത്തെ വീട്ടിലെ ആൻറ്റിയെ പറ്റി കുറ്റം പറയുക, എപ്പോഴും നിങ്ങളുടെ വായിൽ നിന്ന് ഓരോ വ്യക്തികളെ കുറ്റം പറയുന്നതാണ് കുട്ടി കേൾക്കുന്നതെങ്കിൽ അവരും എന്ത് ചെയ്യും, അങ്ങനെയായി മാറും. ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ അതുപോലെ തന്നെ നിങ്ങൾ തൊട്ടതിന് പിടിച്ചതിനൊക്കെ നിങ്ങളുടെ കുട്ടിയെ അടിക്കുക നുള്ളുക ഒക്കെ ചെയ്യുന്ന പാരൻ്റ് ആണെങ്കിൽ ഈ കുട്ടികൾ സ്കൂളിൽ പോകുമ്പോൾ കൂടെ പഠിക്കുന്ന കുട്ടി ഇഷ്ടമില്ലാത്തൊരു കാര്യം ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ മക്കൾ എന്ത് ചെയ്യും, അവർ ഉറപ്പായും ഉപദ്രവിക്കും. പിന്നെ അപ്പോൾ കാരണം അവരുടെ മൈൻഡിൽ കിട്ടുന്ന എന്താണ്, എനിക്കിഷ്ടമില്ലാത്തത് ചെയ്ത് കഴിഞ്ഞ് ഞാൻ പറഞ്ഞത് ആ കുട്ടി കേട്ടില്ലെങ്കിൽ എനിക്ക് ആ കുട്ടിക്ക് ഒരു അടി കൊടുക്കാം, അങ്ങനൊരിത് അവരുടെ മൈൻഡിൽ ഫീഡാവുകയാണ്. നിങ്ങൾ പറഞ്ഞു കൊടുക്കുകയൊന്നും വേണ്ട. അപ്പം ഇങ്ങനെ ചില പ്രവൃത്തികളൊക്കെ കുട്ടികൾ ചെയ്യുമ്പോൾ ഇതാര് പഠിപ്പിച്ചതാ എന്നൊക്കെ നമ്മൾ ചോദിക്കും. അല്ലെങ്കിൽ ചില കാര്യങ്ങൾ വലിയ ആൾക്കാർ വലിയ വായിൽ വർത്തമാനം പറയുന്നതൊക്കെ കേട്ടിട്ടില്ല, അങ്ങനെയൊക്കെ പറയുമ്പോൾ ഇതാര് പഠിപ്പിച്ചതാ, ഇങ്ങനെ പ്രത്യേകിച്ച് പഠിപ്പിക്കാനൊന്നുമില്ല. അവരിങ്ങനെ ഒരു ക്യാമറ പോലെ നമ്മളിൽ നിന്നെല്ലാം ഒപ്പിയെടുക്കുന്നുണ്ട്. അതിൽ അവർ കേൾക്കുന്നതിനേക്കാൾ കൂടുതൽ അവർ കാണുന്ന കാഴ്ചകളാണ് കൂടുതലായിട്ട് അവർ എടുക്കുന്നതെന്നുള്ളത് കൂടെ ഓർത്തോളൂ. അപ്പോൾ ഈ ഒരു കോപ്പി പേസ്റ്റിങ്ങിൽ 2 സൈഡുണ്ട്, നെഗറ്റീവ് സൈഡുണ്ട്, പോസിറ്റീവ് സൈഡുണ്ട്. നെഗറ്റീവ് സൈഡ് ഈ പറഞ്ഞ പോലെ നെഗറ്റീവ് എന്നല്ല, നമ്മൾ കുറച്ച് ശ്രദ്ധിക്കേണ്ട സൈഡാണ്. അതായത് എപ്പോഴും നമ്മൾ ആ ഒരു കാര്യം ഓർത്തിരിക്കണം. ഇവിടെ നമ്മുടെ മക്കളുണ്ട്, നമ്മളിങ്ങനെ സംസാരിക്കാൻ പാടില്ല, നമ്മളിങ്ങനെ പ്രവർത്തിക്കാൻ പാടില്ല, അവർ നമ്മൾ അതുപോലെ കോപ്പി ചെയ്യുമെന്നുള്ളത് ഓർത്തിരിക്കണം. ഓക്കെ, ഇനി ഇതിൻ്റെ ഒരു പോസിറ്റീവ് വശം എന്ന് പറഞ്ഞാൽ ഈ ഒരു കഴിവ് അല്ലെങ്കിൽ ഈ ഒരു അനുകരണം ഉള്ളത് കൊണ്ട് തന്നെ പല കാര്യങ്ങളും നമുക്ക് അവരെ ഈസി ആയിട്ട് പരിശീലിപ്പിച്ചെടുക്കാനും പഠിപ്പിച്ചെടുക്കാനും പറ്റും. ഓക്കെ, നല്ല കാര്യങ്ങളൊക്കെ. അതിന് നമ്മൾ തന്നെ അവരുടെ റോൾ മോഡൽസ് ആയിട്ട് നിൽക്കുക. ഞാനതൊരു എക്സാമ്പിളിലൂടെ പറയാം. എന്താണെന്ന് വെച്ചാൽ അതായത് ഇപ്പോൾ മഴ പെയ്യുമ്പോൾ പുറത്തിറങ്ങുന്നത് ഇങ്ങനെ അല്ലേ, നമ്മളിങ്ങനെ പറഞ്ഞു കൊടുക്കും, തൊപ്പി വയ്ക്കണം, കുട പിടിക്കണം, എന്നിട്ടേ പുറത്തിറങ്ങാവുള്ളൂ, അല്ലാതെ പുറത്തിറങ്ങിയാൽ മഴ തന്നെ പനി വരും എന്ന് നമ്മൾ പഠിപ്പിച്ചു കൊടുക്കുകയാണ്. എന്നിട്ട് എവിടെയെങ്കിലും ഒരു കല്യാണത്തിന് പോകുമ്പോൾ കല്യാണത്തിനല്ല എവിടെയെങ്കിലും പുറത്തിറങ്ങുമ്പോൾ നമ്മൾ കുട്ടിക്ക് തൊപ്പിയും കുടയൊക്കെ കൊടുത്തിട്ട് കുട്ടിയുടെ അച്ഛൻ വലിയ കാര്യത്തിൽ നിങ്ങൾ വന്നേ ഞാൻ വണ്ടി എടുത്തരാമെന്ന് പറഞ്ഞിട്ട് തൊപ്പിയും വയ്ക്കുന്നില്ല, കുടയും പിടിക്കുന്നില്ല, അങ്ങ് പോവാണ്. ചെറിയ മഴയായിരിക്കും, അപ്പം നമ്മൾ വലിയവർക്ക് അതിൻ്റെ കുഴപ്പമില്ല, പക്ഷെ കുട്ടിക്ക് നമ്മൾ വെച്ച് കൊടുക്കും അല്ലേ. അപ്പോൾ എന്നിട്ട് നമ്മളങ്ങ് പോകും. അപ്പോൾ കുട്ടി നോക്കുമ്പോൾ മഴ നനഞ്ഞാൽ പനി വരും എന്നാണ് പറഞ്ഞത്. എന്നിട്ട് തൊപ്പിയും കുടയൊക്കെ പിടിക്കണമെന്ന് പറഞ്ഞു. പക്ഷെ എന്തുകൊണ്ടാണ് അമ്മയും അച്ഛനും പിടിക്കാത്ത? നേരത്തെ പറഞ്ഞ സെയിം സംഭവം തന്നെ. അവർ കേട്ടത് അവർക്ക് ഓർമ്മയുണ്ട്, പക്ഷെ അവർ കാണുന്നത് വേറെയാണ്. അവർക്ക് കൺഫ്യൂഷൻ ഉണ്ടാവും. പിന്നെ പെട്ടെന്ന് തന്നെ അവർ കണ്ടതേ അവർ മൈൻഡിൽ വരും, കേട്ടത് അതങ്ങ് ഡിലീറ്റായി പോകും. പിന്നെ അവരെന്ത് ചെയ്യും, ചിലപ്പോൾ അവരത് വെക്കാനായിട്ട് വേണ്ടെന്ന് പറഞ്ഞ് ചിലരത് എടുത്ത് മാറ്റും.
ഇല്ലേ? ചിലർ കുട പിടിക്കത്തില്ല, ചിലർ പിന്നെ അല്ലെങ്കിൽ ആ സമയം പിടിച്ചാലും പിന്നെ അടുത്തൊരു ദിവസം അവർ അച്ഛനും അമ്മയും കാണാതെയൊക്കെ മഴയത്ത് ഇറങ്ങാൻ ശ്രമിക്കും അല്ലേ? കാരണം അവർക്ക് നിങ്ങൾ പറഞ്ഞു പഠിപ്പിച്ചത് അവരുടെ മനസ്സിൽ കാണത്തില്ല പിന്നെ, കാരണം അവർ കണ്ടത് അവിടെ കയറി കഴിഞ്ഞു. കണ്ടത് എന്താ? കുട പിടിക്കാതെ പോകുന്ന അച്ഛനും അമ്മയും. അപ്പോൾ നിങ്ങൾക്കത് ശീലിപ്പിച്ചെടുക്കാം. എങ്ങനെ? സിമ്പിളാണ്. മഴയത്ത് ഇറങ്ങുമ്പോൾ നിങ്ങൾ അച്ഛനും അമ്മയും ഒരു തൊപ്പിയും ഒരു കുടയും ഒക്കെ ഇട്ട് ഇങ്ങനെ ചെളിയിൽ ഒക്കെ ചറക്കി പോവാതെ സൂക്ഷിച്ച് പോകുന്നത് അവർക്ക് കാണിച്ചു കൊടുക്കണം. ഓക്കെ, പറഞ്ഞു കൊടുക്കണം. ആദ്യം പറഞ്ഞു കൊടുക്കണം. എന്ത് പറഞ്ഞു കൊടുക്കും? മക്കളെ, മഴ നനഞ്ഞാൽ പനി വരും, കുഞ്ഞു പിള്ളേർക്ക് പെട്ടെന്ന് പനി പിടിക്കും, അതുകൊണ്ട് നീ വളരെയധികം സൂക്ഷിക്കണം, പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം. എന്നിട്ട് നിങ്ങളും കൂടെ അവർ കുട പിടിക്കണം. എങ്ങനെയാണ് മഴയത്ത് നടക്കേണ്ടതെന്നുള്ളത് അവർക്ക് കാണിച്ചു കൊടുക്കണം. അപ്പോൾ ആദ്യം പറഞ്ഞു കൊടുക്കുമ്പോൾ അവർ കേട്ടു, പിന്നെ അത് കാണിച്ചു കൊടുക്കുമ്പോൾ അവർ കണ്ടു. അങ്ങനെ 2 രീതിയിൽ ഫീഡായി തലയിൽ സ്റ്റോറായിട്ടുണ്ട്. ഇനി നിങ്ങൾ ഒരു കാര്യം കൂടെ ചെയ്യാം ഇല്ലേ? അപ്പം അത് കാണിച്ചു കൊടുത്തിട്ട് ഇങ്ങനെ നിന്നാൽ പോരാ, അവരെ കൊണ്ട് ഒരു 2-3 കുറച്ച് ദൂരം നടക്കണം, അവരെ കൊണ്ട് ചെയ്യിപ്പിക്കണം. മനസ്സിലായത്? ഒരു കാര്യം അവരെ കൊണ്ട് ചെയ്യിപ്പിക്കുകയും കൂടെ ചെയ്യണം. അപ്പം എന്ത് ചെയ്യും? അവർ അത് പിന്നെ ഒരിക്കലും മറക്കത്തില്ല. അതൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ വലിയ കുട്ടികളായാലും ഒരു കെമിസ്ട്രി നമ്മൾ പഠിക്കുമ്പോൾ തന്നെ, ഒരു കെമിസ്ട്രിയുടെ എക്സ്പെരിമെൻറ്റ് പഠിക്കുമ്പോൾ അത് നമ്മൾ കെമിസ്ട്രി ടീച്ചർ ഇങ്ങനെ എന്താണ്, നമ്മൾ ഇത്രയും ഒബ്ജക്ട്സ് നമുക്ക് ആവശ്യമുണ്ട്, ഇതിൻ്റെ പ്രിപ്പറേഷൻ ഇങ്ങനെയാണ്, ഇതിൻ്റെ ഒബ്സർവേഷൻ ഇങ്ങനെ ആയിരിക്കും, കൺക്ലൂഷൻ ഇങ്ങനെ ആയിരിക്കും എന്നൊക്കെ നമ്മളൊരു എക്സ്പെരിമെൻറ്റ് ഇങ്ങനെ പറഞ്ഞ് പഠിപ്പിച്ച് കൊടുക്കുമ്പോൾ കുട്ടി ഗ്രാസ്പ് ചെയ്തു. പക്ഷെ കുറച്ച് കഷ്ടപ്പെട്ടാണ് ആ കുട്ടി മനസ്സിലാക്കി എടുക്കുന്നത്. എന്നിട്ട് ഇതിനെ പക്ഷെ നമ്മളിതിനെ ഒരു സ്മാർട്ട് ക്ലാസ്സിൽ കൊണ്ടുപോയിട്ട് ഈ ഒരു എക്സ്പെരിമെൻറ്റ് നമ്മൾ വീഡിയോ കാണിച്ചു കൊടുക്കുകയാണ്. ഇപ്പം സ്മാർട്ട് ക്ലാസ്സൊക്കെ അവൈലബിൾ ആണ്. വീഡിയോ കാണിച്ചു കൊടുക്കുകയാണെങ്കിലോ അവരെങ്ങനെ കാണും? അവരത് കുറച്ചുകൂടെ ഇൻട്രസ്റ്റ് ആയിട്ട് കാണുകയും ചെയ്യും, അവർക്കത് കുറച്ചുകൂടെ നന്നായിട്ട് മനസ്സിലാവുകയും ചെയ്യും. ഇപ്പോൾ ഈ കേട്ട സമയത്ത് അവർക്കുണ്ടായ ചില ഡൗട്ട്സൊക്കെ അവിടെ കാണുമ്പോൾ ക്ലിയർ ആവും. ചില പിള്ളേർ ടീച്ചേഴ്സിനോട് ചോദിക്കാനായിട്ട് മടി കാണിക്കുന്നവരാണ്. അപ്പം എന്ത് ചെയ്യും? അവർ കാണുമ്പോൾ കുറച്ചുകൂടെ ക്ലിയർ ആയി. ഇനി ഈ ടീച്ചർ സ്മാർട്ട് ക്ലാസ്സിൽ നിന്ന് നേരെ ലാബിൽ കൊണ്ടുപോയിട്ട് ആ എക്സ്പെരിമെൻറ്റ് അവരെ കൊണ്ടൊന്ന് ചെയ്യിപ്പിക്കുകയാണെങ്കിൽ പിന്നെ അവർ ഒരിക്കലും അത് മറക്കത്തില്ല. എക്സാമിനൊക്കെ പൊളിയായിട്ട് വരും. ഞാനിതൊക്കെ പറയുമ്പോൾ എൻ്റെ കുട്ടിക്കാലത്തെ കെമിസ്ട്രിയൊക്കെ ഞാൻ ഓർത്ത് പോവാണ്. എൻ്റെ ടീച്ചറിനെയൊക്കെ, എൻ്റെ കെമിസ്ട്രി ഫേവറേറ്റ് ടീച്ചറായിരുന്നു എൻ്റെ ഹേമ ടീച്ചർ. അപ്പോൾ അവരൊക്കെ ഞാൻ ഓർക്കുകയാണ്. എനിക്കറിയത്തില്ല അവരൊക്കെ ഇതൊക്കെ കാണുമെന്നുള്ളത്. അപ്പോൾ ഞാനെൻ്റെ വീഡിയോ ഒരുപാട് നീണ്ടുപോയി എന്ന് വിചാരിക്കുന്നു. നിങ്ങൾ ഓർക്കുക, കുട്ടികൾ നമ്മളെപ്പോഴും വാച്ച് ചെയ്യുന്നുണ്ട്. അവർ കേൾക്കുന്നതിനേക്കാളും കാണുന്നത് അവർ കൂടുതലായിട്ട് പെട്ടെന്ന് ഗ്രാസ്പ് ചെയ്യും. അപ്പോൾ ഈ നമ്മളൊരു കാര്യം പറഞ്ഞു കൊടുത്തിട്ട് നമ്മളതിനെ തെറ്റിയാണ് ചെയ്യുന്നെങ്കിൽ, ഇപ്പം എന്താ പറയുക, കൈ കഴുകിയിട്ട് ഫുഡ് കഴിക്കാവൂ എന്ന് പറഞ്ഞിട്ട് ജോലി കഴിഞ്ഞ് വരുന്ന അച്ഛൻ തിരക്കിനിടയിൽ കൈ കഴുകാതെ ഫുഡ് കഴിച്ചാൽ പോലും അത് കുട്ടി അത് കാണുന്നുണ്ട്. മനസ്സിലായില്ലേ? അപ്പം അവർക്കതൊരു കൺഫ്യൂഷൻ ഉണ്ടാവും. അച്ഛനും അമ്മയും ഇങ്ങനെ പറയുന്നു, പക്ഷെ അവർ ചെയ്യുന്നത് ഇങ്ങനെ. പിന്നെ പിന്നെ എന്താ പറയുക, അച്ഛൻ മദ്യപിക്കും, മദ്യപിച്ച് നിൽക്കുന്ന അച്ഛൻ പോയി മോനെ മദ്യപിക്കരുത്, നിൻ്റെ എല്ലാം അടിച്ച് പോകും എന്ന് പറഞ്ഞാൽ വല്ല പോയിൻ്റ് ഉണ്ടോ? അപ്പോൾ ആ കുട്ടി പറയും അച്ഛൻ പോയി നന്നാവെന്ന് വേണമെങ്കിൽ കുറച്ചുകൂടെ വലുതാകുമ്പോൾ കുട്ടികൾ പറയും. അച്ഛൻ നേരായിട്ട് എന്നെ നേരാക്കാൻ വന്നു പറയും. അങ്ങനെ ഒന്നും പറയാൻ വരുത്തരുത്. അപ്പോൾ ഒരു പാരൻ്റ് ആവുമ്പോൾ നമ്മളും കൂടി ചേഞ്ച് ആവണം. നമ്മുടെ പല ദുശീലങ്ങളും ഇത് നമ്മൾ മാറ്റി വെക്കേണ്ടി വരും. ഇപ്പോൾ തന്നെ ആദ്യം യൂസ് ചെയ്ത പോലെ ഒന്നും ഫോൺ യൂസ് ചെയ്യാൻ എനിക്ക് സാധിക്കാറില്ല. അപ്പോൾ തന്നെ സത്യം പറഞ്ഞാൽ അതൊരു നല്ല കാര്യം കൂടിയല്ലേ. അവർക്ക് വേണ്ടി നമ്മൾ പലതും മാറ്റി വയ്ക്കുമ്പോൾ നമ്മൾ കൂടെയാണ് നന്നാവുന്നത്. അപ്പോൾ ഞാൻ ഇങ്ങനെ പറയുന്നത് കുറച്ച് കൂടിപ്പോകുന്നു എന്ന് തോന്നുകയാണ്. നിങ്ങൾക്ക് ബോറടിക്കും. നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും പോസിറ്റീവ് ഓർ നെഗറ്റീവ് കമൻറ്റ്സ് നിങ്ങൾക്ക് പ്ലേസ് ചെയ്യാം. കാരണം ഓരോ നെഗറ്റീവ് കമൻറ്റ്സിൽ നിന്നാണല്ലോ നമ്മൾ നന്നാവുന്നത്. അപ്പോൾ എന്തൊക്കെ ഞാൻ ശരിയാക്കണമെന്നൊക്കെ ഉള്ളത് കമൻറ്റിൽ പറയണം കേട്ടോ. അപ്പോൾ ഇന്ന് ഞാൻ പറഞ്ഞ കോപ്പി പേസ്റ്റിംഗ് ഓർത്തിരിക്കുക. അപ്പം ഈ കോപ്പി പേസ്റ്റിംഗ് ക്യാരക്ടർ കുട്ടികൾക്കുള്ളതുകൊണ്ട് തന്നെ നമുക്ക് പല കാര്യങ്ങളും അവർക്ക് ചെയ്ത് കാണിച്ചു കൊടുത്ത് അവർ ട്രെയിൻ ചെയ്തെടുപ്പിക്കാൻ പറ്റും. ഓക്കെ, പിന്നെ ഞാനൊരു എക്സാമ്പിൾ പറയാം. എൻ്റെ മകൾ ആലീസിന് ഞാൻ ഫുഡ് കഴിച്ച പാത്രം കഴുകി വെക്കണമെന്ന് ഞാൻ പറഞ്ഞൊന്നും കൊടുത്തിട്ടില്ല. അപ്പോൾ അവളുടെ പപ്പയെ കാണുന്നതിനേക്കാളും കൂടുതൽ എന്നെയാണ് കാണുന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ ഫുഡ് കഴിച്ചാൽ ഉടനെ പ്ലേറ്റ് കഴുകി വയ്ക്കും.
അപ്പോൾ ഒരു ദിവസം നോക്കിയപ്പോൾ അവൾ പറയുന്നു, ഞാൻ കഴിവാം. അവൾ ഇങ്ങോട്ട് പറയുകയാണ്. അവൾ കണ്ടുപിടിച്ചതാണ്, ഞാൻ പറഞ്ഞ് ശീലിപ്പിച്ചതൊന്നും അല്ല. പിന്നെ ഇപ്പോൾ ചിലപ്പോൾ എപ്പോഴെന്നല്ല, ചിലപ്പോൾ അവൾ മറന്നു, പക്ഷെ അവൾക്ക് ഓർമ്മ വരുന്ന സമയത്തൊക്കെ അവൾ പറയും, ഞാൻ കഴുകിക്കോളാം എന്ന് പറയും. ഒരു ദിവസം ഞങ്ങൾ പുറത്ത് ഫുഡ് കഴിക്കാൻ പോയപ്പോഴും ആ പ്ലേറ്റിനെയും കഴുകണമെന്ന് പറഞ്ഞ് അവൾ വാശി പിടിച്ചായിരുന്നു. അപ്പോൾ അതാണ്. സോ ഈ ഒരു കുട്ടികളുടെ അനുകരണം എന്ന് പറഞ്ഞൊരു ഇത് വെച്ചിട്ട് നമുക്കതിനെ അവർ നല്ല നല്ല കാര്യങ്ങൾ പഠിപ്പിക്കാനായിട്ട് യൂസ് ചെയ്യാം. പിന്നെ നിങ്ങൾ എപ്പോഴും ഓർത്തിരിക്കുക, വീട്ടിനകത്ത് ഒരു ക്യാമറ അല്ലേ, നമ്മളൊരു ക്യാമറയുള്ളൊരു പ്ലേസിൽ പോയി കഴിഞ്ഞാൽ നമ്മൾ ഭയങ്കര ഡീസൻ്റായിട്ട് പെരുമാറാനായിട്ട് നമ്മൾ നോക്കും ഇല്ലേ. അതുപോലെ ആ ഒരു ക്യാമറയാണ് നമ്മുടെ മക്കളെന്ന് ചിന്തിച്ചിട്ട് ആ ക്യാമറയുടെ മുമ്പിൽ നല്ല കുട്ടികളായിട്ട്, നല്ല പാരൻസായിട്ട് ഇപ്പം നമ്മുടെ എന്തെങ്കിലും ആർഗ്യുമെൻറ്റ്സ് പാർട്ട്ണറിൻ്റെ ഇടയിലുണ്ടായിട്ട് പാർട്ട്ണറിനെ അടിക്കാനുള്ള ശക്തി, ഒരു അത്ര ദേഷ്യത്തിലായിരിക്കും നമ്മളിരിക്കുന്നത്. പക്ഷെ നമ്മൾ എന്ത് ചെയ്യണം, ആ ദേഷ്യം നമ്മൾ അടിക്കുന്നതിന് പകരം നമ്മൾ പാർട്ട്ണറെ കെട്ടിപ്പിടിക്കണം. ഓക്കെ, അപ്പോൾ അങ്ങനെ നല്ല കാര്യങ്ങൾ പഠിപ്പിച്ചു കൊടുക്കാനായിട്ട് ഈ ഒരു അനുകരണം, കോപ്പി പേസ്റ്റിംഗ് ക്യാരക്ടർ സഹായിക്കും. സോ ഇന്നത്തെ എൻ്റെ ഒരു നീണ്ടുപോയി, അതുകൊണ്ട് തന്നെ ഞാൻ ആലിസിൻ്റെ ആ ഒരു വീഡിയോ ക്ലിപ്സ് നമ്മുടെ ആക്ടിവിറ്റീസ് അത് ഞാൻ വളരെ ചുരുക്കിയായിരിക്കും പ്ലേസ് ചെയ്യുന്നത്. വരും വീഡിയോസിൽ ഇത്രയും നീണ്ടു പോവാതെ ആവശ്യമുള്ള കാര്യങ്ങളും ടോപ്പിക്സിനെ കുറിച്ച് മാത്രം ഒന്ന് പറഞ്ഞു പോകാൻ ആഗ്രഹിക്കുന്നു. എന്തായാലും ഞാൻ വളരെ ഹാപ്പിയാണ് ഇന്ന്. നിങ്ങളെ ആർക്കൊക്കെ ഇഷ്ടമായെന്ന് എനിക്കറിയില്ല. എന്നാലും എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയറും ചെയ്യണം, സബ്സ്ക്രൈബും ചെയ്യണം. ഓക്കെ, ഇതിനൊന്നും വലിയ തുകയൊന്നും കൊടുക്കേണ്ടി വരത്തില്ല. സോ പ്ലീസ് സപ്പോർട്ട് മീ. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ കാണുന്നവരെ ടേക്ക് കെയർ, ബൈ ബൈ.